ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ദുബായ് മാളിലൊരു ഡിന്നർ കഴിക്കാൻ പോയതാണ്. എൻ്റെ ഏട്ടത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഏട്ടത്തിയും ഞാനും കുഞ്ഞും ഏട്ടനും പിന്നെ ഏട്ടത്തിൻ്റെ ബ്രദറും കൂടിയിട്ടാണ് പോയത്. ദുബായിൽ വന്നിട്ട് 2 വർഷമായെങ്കിലും ഈ 2 വർഷത്തിനിടയിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ ദുബായ് മാളിൽ പോയിട്ടുള്ളൂ. വന്ന സമയത്ത് എന്തോ അങ്ങോട്ട് പോയതാണ്, അതിനുശേഷം പോയിട്ടില്ല. അതും ആ പോയപ്പോഴും ഞാൻ അങ്ങനെ മുഴുവനായിട്ടൊന്നും ദുബായ് മാൾ കണ്ടിട്ടില്ല. ഏതോ ഒരു സൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം അത് നടക്കാൻ ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നതൊന്നുമല്ല ദുബായ് മാള്. അത്രയ്ക്കും വലുതാണ്. പോയിട്ടുള്ളവർക്കറിയാം. അകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങണമെങ്കിൽ നല്ല പണിയാണ്. കാരണം നമുക്ക് നോക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ തോന്നും. ഫുള്ള് കൺഫ്യൂഷൻ ആയിരിക്കും. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവസാനം വണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ അവിടെയുള്ള എന്തിൻ്റെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുത്ത് മാർക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറേ അറിഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും പുറത്തിറങ്ങാൻ. വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് റെസ്റ്റോറൻ്റൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു വ്യൂ നോക്കിയിട്ടാണ് പോയത്. അപ്പോൾ 2-3 റെസ്റ്റോറൻറ്റിലൊക്കെ ഫുള്ളായിരുന്നു. പിന്നെ ലാസ്റ്റ് നമുക്ക് ഒരിടത്ത് സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും വാട്ടർ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ അതിനിടയിൽ എനിക്ക് കറക്റ്റ് ടൈമിങ്ങിൽ നല്ലൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റി. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചീൻ്റെ ബർത്ത്ഡേ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. കേക്കിൻ്റെ എൻട്രി വളരെ പെട്ടെന്നായിരുന്നു. നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ഫോണും പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. ഓൺ ചെയ്തു, പക്ഷെ റെക്കോർഡായിരുന്നില്ല. അവസാനം റെക്കോർഡ് ഓഫ് ആക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ആ നഗ്നസത്യം മനസ്സിലായത്. ഞാൻ റെക്കോർഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ചേച്ചീൻ്റെ ബ്രദർ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നമുക്ക് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്തു, അങ്ങനെ കഴിച്ചു. ചേച്ചിക്കും ചേച്ചീൻ്റെ ബ്രദറിനൊക്കെ ഡയറ്റാണ്, അവരാരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചീസ് കേക്കായിരുന്നു. നല്ല അടിപൊളി കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരാരും കഴിക്കാത്തതുകൊണ്ട് പിന്നെ ഞാനാണത് കഴിച്ചു തീർത്തത്. പിന്നെ നമ്മൾ മാംഗോ ജ്യൂസും പൊട്ടറ്റോ ഫ്രൈസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നു. സാധാരണ എല്ലാ ദിവസവും ഉണ്ടാവാറില്ല അത്, പക്ഷേ ഇന്ന് ചേച്ചീൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് സ്പെഷ്യലായിട്ട് ലേസർ ഷോ ഉണ്ടായിരുന്നു.
ദുബായ് മാളിൽ നിന്ന് ഡിന്നർ കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് ഇറങ്ങിയതെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പ്ലാൻ മാറ്റി നേരെ കരാമയിലേക്ക് വന്നു. അവിടെ നിന്ന് ദേപ്പുട്ടിൽ നിന്നാണ് ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അത് ഇന്ന് നടന്നു. നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് ഇടിയപ്പവും പുട്ടും പിന്നെ ചെറുള്ളിക്കോഴിയും അന്നത്തെ സ്പെഷ്യൽ എന്തോ ഒരു ഷ്രിമ്പ് ഫ്രൈ ആയിരുന്നു. എല്ലാവർക്കും ഡയറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും ട്രൈ ചെയ്തില്ല. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ചു വീട്ടിലേക്ക് പോന്നു.